അഫ്കോഴ്സ് അവൾ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ LLBക്ക് പുറമെ അവൾക്ക് പിന്നെ സയൻസ് എടുത്തിട്ട് മെഡിസിൻ അതിന് പോകണമെന്നായിരുന്നു. അപ്പോൾ +1 ടൈമിൽ ഞാൻ പറയും നീ അവൾക്ക് ഫസ്റ്റ് കിട്ടിയത് പിന്നെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നീ ഫൈൻ കിട്ടിയതിൽ ജോയിൻ ചെയ്യ്, ദെൻ ഒരു 1 വീക്ക് കഴിയുമ്പോൾ ക്ലാസ് മാറാനുള്ള ഒരു ഓപ്ഷൻ വരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ സയൻസിന് വന്നപ്പോഴത്തേക്കിന് പോർഷൻ കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ ഇനി സയൻസിലേക്ക് മാറുന്നില്ലായിരുന്നു, ഹ്യൂമാനിറ്റീസ് എടുത്തു. ദെൻ BA കഴിഞ്ഞു, MA ചെയ്തു, ഒക്കെ ചെയ്തു. ഫൈനലി എനിക്കറിയാം, കാരണം ഞാനും അവളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് പഠിക്കുന്ന കാര്യത്തിൽ. കാരണം ഞാൻ ഭയങ്കര ഉഴപ്പനാണ്, അവള് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഉഴപ്പനാണെങ്കിലും ആള് ബ്രില്യന്റ് ആണെന്നല്ല പറഞ്ഞത്, അത് അറിയാം, നമുക്ക് ഏകദേശം മനസ്സിലായി ആ ഒരു ബോഡി ലാംഗ്വേജ് മനസ്സിലായി. പിന്നെ ആൾക്കൊക്കെ ഭയങ്കര ചിട്ട, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ ഫൈൻ, എക്സാം അല്ല ആ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നല്ല. പക്ഷെ ആള് ഭയങ്കര ഡെയിലി നമ്മൾ ഡെയിലി പഠിക്കണമെന്നൊക്കെ അതേ രീതിയിൽ ഡെയിലി പഠിക്കുക, എല്ലാം ഭയങ്കര ചിട്ടയോട് കൂടിയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ടെൻഷൻ ഭയങ്കരമായിട്ട് ഉള്ള വ്യക്തിയാണ്. അതായത് ആ ഒരു എക്സാം ടൈമിലൊക്കെ ഭയങ്കര ഇതാണ്. ബട്ട് ഇപ്പോൾ ഈ മെഡിക്കൽ കോഡിങ് ആള് സ്വന്തമായിട്ട് ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിച്ച് പിന്നെ കോസ്റ്റ് എല്ലാത്തിനും നമ്മൾ ഭയങ്കര സപ്പോർട്ടീവാണ്. എന്നോടും അതുപോലെ തന്നെ ബ്രദറിനോടും ഒക്കെ ചെയ്യട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ ഓപ്ഷൻസ് ഒരുപാട് കൊടുത്തു. ഫൈനലി അവള് പറഞ്ഞു ഇല്ല ഞാൻ ഇതിനെ ജോയിൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. നല്ല കോഴ്സാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അന്വേഷിച്ചു, നല്ല കോഴ്സാണ് മെഡിക്കൽ കോഡിങ്. ഓക്കെ ഫൈൻ.